തിരുവനന്തപുരം മുതിരപ്പുഴയിൽ പ്രതിഷേധം ശക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ. INTUC-യും CITU-വും ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. മത്സ്യത്തൊഴിലാളികളുമായി നാളെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ചർച്ച നടത്തിയേക്കും. മണൽമൂടി പൊഴിയടഞ്ഞതോടെയാണ് മുതിരപ്പുഴയിൽ മത്സ്യബന്ധനം നിലച്ചത്. അതോടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലായി. ചെറിയ വള്ളങ്ങൾക്ക് മാത്രമാണ് കടലിൽ പോകാൻ കഴിയുന്നത്. അതിലും ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധമുണ്ട്. സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഉദ്ദേശം ഇവിടെ ഇംഗ്ലീഷുകാരന്റെ ഒരിതാണ്. ഇംഗ്ലീഷുകാരന്മാര് പണ്ട് ചെയ്യുമായിരുന്നല്ലോ ഡിവൈഡിംഗ് റോൾ. ഇവിടെ ചെറുവള്ളക്കാരെയും വലിയ വള്ളക്കാരുമായിട്ട് തരംതിരിച്ച് അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടായി. അത് മുതലെടുത്ത് ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ഇവിടെ ഒരു ഐക്യമുണ്ടാക്കി എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ഒരു പൊറാട്ട് നാടകത്തിന്റെ ഒരിതാണ്. തുറമുഖ ഓഫീസ് ആദ്യം ഉപരോധിച്ചത് INTUC ആയിരുന്നു. ഓഫീസ് പൂട്ടിയ പ്രവർത്തകർ റീത്ത് വച്ച് പ്രതിഷേധിച്ചു. മന്ത്രി സജി ചെറിയാൻ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിരുന്നു CITU-വിന്റെ സമരം. മണൽ നീക്കം വേഗത്തിലാക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് CITU-വിന്റെ മുന്നറിയിപ്പ്. മന്ത്രി സുതാര്യമായി ഇടപെടണം, ഇവിടുത്തെ ഗൌരവം കാണണം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം യാഥാർത്ഥ്യമാണ്. അടിയന്തരമായി മണ്ണ് മാറ്റുക എന്നുള്ളതാണ് അതിന് അടിയന്തര പരിഹാരം. അതിനുശേഷം അതിന്റെ സാങ്കേതികത മനസ്സിലാക്കി മേലിൽ ഒരു കാരണവശാലും ഇത് മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടാതിരിക്കാനുള്ള സാങ്കേതിക ഇടപെടൽ നടത്തുന്ന കാര്യം സംശയം വേണ്ട. CITU നേതാക്കൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തും. നാളെ തുറമുഖ മന്ത്രി മത്സ്യത്തൊഴിലാളികളുമായും സംസാരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.